ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത് നല്ല അടിപൊളിയായിട്ടുള്ളൊരു കറിയാണ് കേട്ടോ, വെറൈറ്റി കറിയാണ്. നല്ല പഴുത്ത വാഴയ്ക്ക കൊണ്ടുള്ളൊരു കറിയാണ്. അപ്പോൾ നമ്മൾ പഴുത്ത വാഴയ്ക്കൊക്കെ സാധാരണ നമ്മുടെ വീട്ടിൽ വാഴയ്ക്കൊക്കെ വാങ്ങിയിട്ട് നമ്മൾ കറിയൊക്കെ വെച്ച് കഴിയുമ്പോൾ കുറച്ച് 1-2 വാഴയ്ക്കൊക്കെ ലാസ്റ്റ് ബാക്കി വരാറുണ്ട്. അപ്പോൾ അതൊക്കെ പഴുക്കാറുമുണ്ട്. അപ്പോൾ നമ്മൾ ആ പഴുത്ത വാഴയ്ക്കൊക്കെ എന്താ ചെയ്യുക, നമ്മൾ കളയാറാണ് പതിവ്. നമ്മളത് കഴിക്കും, അല്ലെങ്കിൽ നമ്മളത് കളയും. പക്ഷേ നിങ്ങൾ ഈ ഒരു പഴുത്ത വാഴയ്ക്ക കൊണ്ട് ഇങ്ങനെ ഒരു കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഗൈസ്. ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ ഉണ്ടല്ലോ, കിടിലൻ കോമ്പിനേഷനാണ് കേട്ടോ ഈ ഒരു കറി. അതുപോലെ തന്നെ ദോശൻ്റെ കൂടിയും ഇഡലിൻ്റെ കൂടിയും ഒക്കെ കഴിക്കാൻ പറ്റിയ, ചൂട് ചോറിലൊക്കെ ചാറായിട്ടൊക്കെ യൂസ് ചെയ്ത് കഴിക്കാൻ പറ്റിയൊരു വെറൈറ്റി ഐറ്റം ആണ് കേട്ടോ. അപ്പോൾ ഇനി ആരും പഴുത്ത വാഴയ്ക്ക കളയരുത്. കളയാതെ നമുക്ക് ഇത്രയും യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കറി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് അറിയേണ്ട കൂട്ടുകാർക്ക്, അതിനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനലിലുള്ള ഈ ഒരു വീഡിയോ ഉണ്ടല്ലോ, നിങ്ങൾ മിസ് ചെയ്യാതെ കാണണേ. അപ്പോൾ നമുക്കിതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളതൊക്കെ ഒന്ന് നോക്കിയിട്ട് വന്നാലോ ഗൈസ്. അപ്പോൾ ഇത് 2 വാഴയ്ക്ക ഞാനിവിടെ എടുത്തിട്ടുണ്ട്. വാഴയ്ക്ക പഴുത്തതാണ് കേട്ടോ ഇത്. ഇതാ കണ്ടില്ലേ, നമ്മൾ എല്ലാ വാഴയ്ക്കും എടുക്കില്ല, നമ്മൾ ലാസ്റ്റ് ആകുമ്പോഴേക്കും അത് പഴുത്ത് പോവും. അപ്പോൾ സാധാരണ നമ്മളതിനെ കളയാറാണ് പതിവ്. അപ്പോൾ വാഴയ്ക്ക പഴുത്തത് കൊണ്ട് നമുക്ക് അടിപൊളിയായിട്ട് കറിയൊക്കെ വെക്കാൻ പറ്റും കേട്ടോ ഗൈസ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ഈ 2 പഴുത്ത വാഴയ്ക്കയും ബാക്കി വേണ്ട ഇൻഗ്രീഡിയൻസ് ഒക്കെ ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മെയിൻ ഐറ്റംസ് എല്ലാം ഇവിടെ തയ്യാറായിട്ടുണ്ട്. നമ്മൾ എടുത്ത് വെച്ച വാഴയ്ക്ക, പഴുത്ത വാഴയ്ക്ക ഉണ്ടല്ലോ, അത് 2 തോലൊക്കെ കളഞ്ഞ് നമ്മളിത് അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്നത് 3 പച്ചമുളകാണ് കേട്ടോ. പിന്നെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പിന്നെ എടുത്തത് ഒരു 1/2 മൂടി തേങ്ങയാണ് ഇവിടെ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഞാൻ കുറച്ച് ജീരകം എടുത്ത് വെച്ചിട്ടുണ്ട്, ചെറിയ ജീരകമാണ്. വെളുത്തുള്ളി ഒരു 2 അല്ലി വലുതും ചെറിയൊരു 2 അല്ലിയും എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിലോട്ട് നമുക്ക് ആവശ്യമായിട്ടുള്ളത് മോരാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന മോരാണ്, പാലൊക്കെ ഉറയൊഴിച്ചിട്ട് ഉണ്ടാക്കില്ലേ, ആ ഒരു മോരാണ് കേട്ടോ എടുത്തിരിക്കുന്നത്. പുളിപ്പ് പാകത്തിനുള്ളൊരു മോരാണ്. അപ്പം ഞാനിത് 1 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഐറ്റംസ് ഒക്കെയാണ് നമുക്ക് ഈ ഒരു പഴുത്ത വാഴയ്ക്ക കറി വെക്കാനായിട്ട് ആവശ്യമുള്ളത്. നമ്മൾ വെറുതെ വേസ്റ്റാക്കി കളയുന്നത് നമുക്ക് അടിപൊളിയായിട്ടുള്ളൊരു കറിയാക്കി എടുക്കാൻ പറ്റും കേട്ടോ കൂട്ടുകാരെ. അപ്പം നമുക്കിനി ചെയ്യേണ്ടത് ഇതെല്ലാം ഒന്ന് മിക്സിയിൽ നന്നായിട്ട് ഉടച്ചെടുത്തിട്ട് വരിക എന്നുള്ളതാണ്. അപ്പം നമുക്കൊന്ന് ചെയ്താലോ. അപ്പോൾ നമ്മുടെ ഐറ്റംസ് എല്ലാം മിക്സിയിൽ നമ്മൾ നന്നായിട്ടൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ പഴുത്ത വാഴയ്ക്ക മിക്സിയിൽ അരയ്ക്കാനായിട്ട് ഇട്ട് കൊടുക്കുമ്പോൾ കൈ കൊണ്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് അതിനൊന്ന് ഉടച്ചിട്ട് ഇട്ട് കൊടുക്കണേ. അപ്പോൾ ബാക്കി ഐറ്റംസ് എല്ലാം ഇട്ടിട്ട് നമ്മളിത് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ചിട്ട് ബാക്കി പരിപാടിയിലോട്ട് കടക്കാം. നെക്സ്റ്റ് നമ്മൾ പാൻ ഒന്ന് ഗ്യാസിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലോട്ട് നമ്മൾ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ യൂസ് ചെയ്യുന്ന ഓയിൽ നിങ്ങൾക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഞാനിവിടെ വെളിച്ചെണ്ണ, നമുക്ക് ആട്ടിയ വെളിച്ചെണ്ണ ഉള്ളത് കൊണ്ടാണ് ഈ ഒരു വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്കിതിലോട്ട് കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോൾ നമുക്കതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മൾ എടുത്ത് വെച്ച മിക്സിയിൽ അരച്ചെടുത്ത ഐറ്റം ഉണ്ടല്ലോ, അത് നമുക്ക് അങ്ങനെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിയിൽ കുറച്ചുണ്ട്, ഇതാ കണ്ടില്ലേ, ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. നമുക്ക് കുറച്ച് വെള്ളം കൂടെ ഇതിൽ മിക്സ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട, കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമൊക്കെ നമ്മളിതിൽ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമുക്ക് ഒന്ന് 1 ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം. പിന്നെ ഇതിലോട്ട് ഇനി നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ചെയ്യാൻ, ഇല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന് ഫ്ലെയിമൊക്കെ ഒന്ന് ലോ ആക്കി വെക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം നമുക്കിതിനെ. ഇനി ഇതിലോട്ട് നമുക്ക് 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇട്ട് കൊടുക്കാം.
അപ്പോൾ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കറിക്ക്. നിങ്ങൾ വേസ്റ്റ് ആക്കാതെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഉപ്പേരി വയ്ക്കാനൊക്കെ വാങ്ങിയ വാഴയ്ക്ക് അതുപോലെ പഴുത്ത് പോയിട്ടുണ്ടെങ്കിൽ ഇതുപോലൊന്ന് ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റാണ് ഇതിന്. നല്ല ഒരു വെളുത്തുള്ളിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു പഴുത്ത വാഴയ്ക്കൻ്റെയും തേങ്ങ ജീരകം ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു മണവും ഉണ്ടല്ലോ, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇതിന് ആ ഒരു മണമൊക്കെ വരുന്നുണ്ട്. തീർച്ചയായും ടേസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയാൽ മാത്രമേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, തീർച്ചയായും നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. ഇനി നമുക്കിതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, പഴുത്ത വാഴയ്ക്ക കൊണ്ടുള്ള കിടിലൻ കറി ഇത് അവിടെ തയ്യാറായി കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ അതിനൊരു ബൗളിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ചുകൂടെ നമുക്ക് കറിവേപ്പില കൂടി ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ അടിപൊളി കറിയാണ് കേട്ടോ ഇത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. തീർച്ചയായും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത് കേട്ടോ കൂട്ടുകാരെ. നല്ല ടേസ്റ്റിയാണിത്. അപ്പോൾ ഇത് നമുക്കുണ്ടല്ലോ ചപ്പാത്തിക്കൊക്കെ സൂപ്പർ കോമ്പിനേഷനാണ് കേട്ടോ. നിങ്ങൾ തീർച്ചയായും ഒന്ന് ഉണ്ടാക്കിയിട്ട് ചപ്പാത്തിൻ്റെ കൂടെയൊക്കെ കഴിച്ചു നോക്കൂ. അടിപൊളി കോമ്പിനേഷനാണ്. ദോശൻ്റെ കൂടെയും ഇഡ്ഡലിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ നമുക്ക് ചാറായിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ ഐറ്റമാണ്. അപ്പോൾ പഴുത്ത വാഴയ്ക്ക് ഇനി മുതൽ ആരും കളയരുത്. എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായും ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മടിക്കരുത് കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കണ്ടാലോ ഗൈസ്. ബൈ ബൈ.